ബ്രിട്ടനിലെ ചാൾസ് രാജാവിന് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചു. അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് ഒഴിവാക്കാനും രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായ വിവരം ലഭിക്കാനുമായി ബക്കിംഗ്ഹാം കൊട്ടാരം തന്നെയാണ് വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. രാജാവിന് ഇതിന്റെ ഭാഗമായുള്ള ചികിത്സ ആരംഭിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ വീക്കത്തെ തുടർന്ന് കഴിഞ്ഞയാഴ്ച രാജാവിനെ ലണ്ടനിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടെങ്കിലും തുടർന്ന് പുറത്തുവന്ന പരിശോധനാ റിപ്പോർട്ടുകളിലാണ് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ തന്നെയാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എ ഫോം ഓഫ് ക്യാൻസർ എന്ന് മാത്രമാണ് ബക്കിംഗ്ഹാം പാലസ് വെളിപ്പെടുത്തുന്നത്. രോഗനിർണയത്തെ തുടർന്ന് രാജാവിന്റെ എല്ലാ പൊതുപരിപാടികളും റദ്ദാക്കിയിട്ടുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ഡ്യൂട്ടികൾ തുടരും. ആഴ്ചതോറും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും മുടക്കമുണ്ടാകില്ല. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം രാജാവിനെ വസതിയിലെത്തി പരിശോധിച്ചു. തുടർ ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾക്കായി ആശുപത്രിയിൽ എത്തേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയിലുള്ള ഇളയ മകൻ ഹാരി രാജകുമാരൻ ചാൾസുമായി ഫോണിൽ സംസാരിച്ചു. അടുത്ത ദിവസം തന്നെ പിതാവിനെ കാണാനായി ഹാരി രാജകുമാരൻ ലണ്ടനിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. രാജകുടുംബവുമായി അകന്നു കഴിയുന്ന ഹാരിയുടെ വരവിനും ഫോൺ വിളിക്കും വലിയ പ്രാധാന്യമാണ് ബ്രിട്ടനിലെ മാധ്യമങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി ഋഷി സുനക്, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, കനേഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ തുടങ്ങിയ ലോക നേതാക്കൾ രാജാവിന് വേഗത്തിലുള്ള രോഗമുക്തി ആശംസിച്ചും ആശങ്കകൾ പങ്കുവച്ചും സന്ദേശം അയച്ചിട്ടുണ്ട്. 75-കാരനായ ചാൾസ് രാജാവ് കഴിഞ്ഞയാഴ്ചയാണ് ലണ്ടൻ ക്ലിനിക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി എത്തിയത്. 24 മണിക്കൂറിനകം ആശുപത്രി വിട്ട രാജാവ് ഞായറാഴ്ച ചാന്ദിഗ്രാമിലെ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. 10 മിനിറ്റോളം പൊതുസമൂഹവുമായി ഇടപഴകിയ ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത്. ഇന്നലെ ലണ്ടനിൽ മടങ്ങിയെത്തിയ ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചുള്ള വാർത്ത പുറത്തുവന്നത്.